ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ചേട്ടായും ലിജിമോളും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്, കോഴിക്കോടേക്ക്. അപ്പം അമ്മ അകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഹെൽപ്പൊക്കെ ചെയ്ത ശേഷം ഞങ്ങളുടെ തെക്ക് പോവുകയാണ്. ഇല എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പൊതി കെട്ടിത്തരാമെന്ന് പറഞ്ഞ അമ്മ. ദേവനും ഞാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. പോ ഇവിടെ അമ്മ രണ്ടുപേരും ചൂണ്ടിടും കേട്ടോ. ചേട്ടാ എന്തി എത്രണ്ണം കിട്ടിയടാ? ഞങ്ങൾ തെക്ക് മീനെ കുറേ കിട്ടി കേട്ടോ. രാമം ശ്രീകുണ്ടും ചേട്ടാനും പോട്ടെ. തൊട്ടി കൂടെ പോയി. അപ്പം ദേ വേറെ ഒരാൾ അവിടെ നിന്ന്. ഇതാരത്? ഇതേതോ ഫോറിനറാട്ടോ. ഹായ് സാർ, എന്ത് ചെയ്യുന്നു? എത്ര മീനെ പിടിച്ച്? 4 ആന്നോ? കുറേ പിടിച്ചോ? അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ പോവാ. ഇതിൽ പോടാ, ഇതിലെ ഓ ഇതിൽ പോ. ഇല്ല, ഇതിൽ പോ. പയ്യെ പോണേ, വീഴാതെ. തെന്നി വീഴരുത്. ഞങ്ങൾ ഇലയെടുക്കാനായിട്ട് തെക്കോട്ട് പോട്ടെ. ഓ പയ്യെ പോണേ. ഇവിടെ കണ്ടോ വെള്ളം കിടക്കുവാണേ, ഭയങ്കരമായിട്ട് തെന്നും. എടാ സൂക്ഷിച്ചൂടെ, തെന്നല്ലേ. അയ്യ കണ്ട, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല രസമുള്ള സ്ഥലം. കറിവേപ്പില വാങ്ങണമെന്ന് അപ്പം അമ്മ വിളിച്ചിട്ട് കറിവേപ്പില എടുക്കണമെന്ന് പറഞ്ഞിട്ടോ. കണ്ടത് എവിടെ സൈഡിൽ കൂടെ പള്ളത്തിയൊക്കെ നിൽപ്പുണ്ട് കണ്ട. അപ്പോൾ നമ്മൾ നടക്കുന്നിടത്തൂടെ പള്ളത്തിയൊക്കെ ഓടി നടക്കും. കണ്ട പള്ളത്തി കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കണ്ടോ. ചേട്ടായി അപ്പുറം ഒന്ന് ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. അയ്യോ ശരി, ഓടുന്നു. കണ്ട തൊഴുമ്പാട്ടോ, ചെളിയാ. എന്നാലും നമുക്കിത് പോവാം. ചേട്ടാ ഇവിടെ ഒന്ന് ചൂണ്ടിടുന്നുണ്ട്. കിട്ടിയോ? ഞങ്ങളെ ഇല വെട്ടെ. ചേട്ടായി പോയോ? സൂക്ഷിച്ചു പോണേ. ഒക്കെ ചെരുപ്പേ മണൽ കയറി. അപ്പോൾ എറണാകുളത്തു നിന്ന് ഒരാളുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് പതിയെ പറയാം ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ള കാര്യം കേട്ടോ. അയ്യോ അപ്പടി ഇതണ്ട, അവിടെ ചെരുപ്പങ്ങ് താന്നു പോയേ. ചെളിയാണ് ഭയങ്കര. ഇന്ന് ഭാഗ്യം കൊണ്ട് 2 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. ഞങ്ങളുടെ തെക്ക് ഇവിടെ പോന്നു. ഇന്ന് തൊഴിലുറപ്പില്ലായിരുന്നോ? കാണാൻ പോന്നു. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഈ എൻ്റെ ചെരുപ്പിൻ്റെ കോലം കണ്ടോ? ഇതാണ് എൻ്റെ ചെരുപ്പിൻ്റെ കോലം. നടന്ന് ഇനി എത്ര ദിവസം കഴിഞ്ഞ്, ഇനി 2-3 മാസം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരത്തുള്ളൂ. നീ ഇടുക്കിക്ക് വരുവാടാ? ഇവർ വരും അടുത്ത മാസം. അവരുടെ കൂടെ വരുമോ? അമ്മമ്മയുടെ അച്ചാച്ചൻ്റെയും കൂടെ. അവരടുത്ത മാസം വരും. ആരുടെ? 15-ാം തീയതി അല്ലേ? എനിക്കറിയാം.
വലിയ ഇറക്കനാവും കേട്ടോ ദേവൻ. അടുത്ത മാസം 25-ാം തീയതി വിജയാൻ്റിയുടെ എന്തേ ശ്രീകുട്ടൻ്റെ ഭയങ്കര ശൈലി കേട്ടോ. ആ അതെ അതെ. അയ്യോ നീയാ മൂത്തത്, എന്നേക്കാ മൂത്തത് നീയാ. എടാ നീ വർഷമല്ലേടാ നോക്കുന്നത്, മാസമാണോ എടാ നോക്കുന്നത്? ആ മാസത്തിൽ മൂത്തത് നീയാ. നമ്മളിവിടെ എത്തി. ഇവിടെ ചേട്ടന്മാരൊക്കെ എന്തൊക്കെയോ പണിയിലാട്ടോ. വേഗം പോയി എന്തായാലും അച്ചമ്മേനെയും കാണണം. അതുപോലെ ഇലയെടുക്കുക, കറിവേപ്പില എടുക്കുക, പോരുക. നമ്മൾ തെക്കെത്തിയിട്ടുണ്ട്. ഇല എടുക്കുക. എന്നെ മുന്നേ ആ കണ്ണപ്പ 2.5 വെട്ടിത്തരുവോടാ, 2 ഇല വെട്ടിത്തരുവോ? അപ്പോൾ ദേ നമ്മൾ ഇല വെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇല വെട്ടാട്ടോ. വെട്ടുന്നതിന് മുന്നേ നമുക്ക് ഇത് എവിടെ കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ അയ്യോ ഇവിടുത്തെ മീനൊക്കെ ഇട്ടിട്ടുണ്ടേ. അയ്യോ ഇതാണ് കുളം. കുളത്തിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ വല കെട്ടിയിട്ടേക്കുന്നേ. ഒരു ബോട്ട് ചെറുത്. അപ്പോൾ കുഞ്ഞുമ്മ വേസ്റ്റ് കൊണ്ടുവച്ചൊക്കെ തിന്നാട്ടോ, ഹരിതകർമ്മസേനയുടെ ഇടയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇല വെട്ടിക്കൊണ്ട് വേഗം പോവാം. കാരണം വീട്ടിൽ പണിയുണ്ട്. വേഗം വെട്ടിയെടുക്കട്ടെ കേട്ടോ. എന്നാ ഉണ്ടോ? ഞാൻ പിടിക്കാം. അത് പോരാ, നീ എല്ലാം ആ സാരമില്ല, പാട്ടുമല്ലേ ഇതെടുക്കത്തില്ല. ഉണ്ടോ? അല്ല ഞാൻ പിടിക്കാം. എന്താ കശുമാമ്പഴം ഉണ്ടായി? കിട്ടി 2 നടന്നു. അപ്പോൾ നമുക്ക് കറിവേപ്പില ഉണ്ടോ എന്ന് നോക്കാം. ആ 1 മതി. തൽക്കാലം നമുക്ക് കുറച്ച് ഇതേ കറിവേപ്പില കുഞ്ഞിത് കുറച്ച് വറക്കാം. നല്ല മണമുള്ള കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമ്മൾ വറച്ചു അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സമയത്തിരിയായി, നമുക്ക് പോകാനുള്ളതാണ്. കോഴിക്കോട് വരെ ചെല്ലണ്ടേ. സുപ്രുവിനെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ? ഓക്കെ പോവാ. ആ പോകുന്നു. ടാറ്റ. താമസം വരൂടാ ഇതിലേക്ക്. നമ്മൾ ഇലയൊക്കെ എടുത്തു തിരിച്ചു പോവാണ് കേട്ടോ. കീറല്ലേ? പറ്റുമെങ്കിൽ നോക്കാമെന്നല്ലത്. പശുമ്പ് കിടക്കുന്നു. പശുമ്പേനെ കോക്കും. ഓ വിളിക്കുന്നു. ദേവാ എവിടെ പോവാടാ? എടാ ദേവോ
ശരിയാണ് കേട്ടോ, ദേവൻ പറഞ്ഞാൽ ശരി. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലണം, അതുകൊണ്ട് കുറുക്ക് കയറി അങ്ങ് പോവുക. വെള്ളം ചവിട്ടുന്നാരി ഓർക്കുമ്പോൾ മടിയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ. അപ്പം എന്നും വെള്ളം കയറി കയറി കണ്ട് വെള്ളത്തോട് വെറുപ്പായി തുടങ്ങി. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പം ഞാനിത് ഇങ്ങനെ മറച്ചു പിടിച്ചോണ്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ തെക്കേറി അച്ചാമ്മേനെയൊക്കെ കണ്ടു. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു വ്ളോഗർ പുറകെ വരുന്നുണ്ട് കേട്ടോ, ചേട്ടായി. ഈ വെള്ളം മുഴുവനും മേത്തോടെ കാലേക്കൂടെ ഒക്കെ ആയി. ഇവിടം വരെ നനഞ്ഞ് ഒരിലയൊക്കെ കീറിയിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, 2 പൊതി കെട്ടിയാൽ മതി. ചേട്ടായിക്ക് ലിജിമോക്ക് ഒന്ന്, എനിക്കൊന്ന്, അങ്ങനെ 1.5 പൊതി മതി കേട്ടോ. ദേവൻ സ്പീഡിൽ പോയിട്ടോ. ഇവിടെയൊക്കെ തെന്നി തെറിച്ച് കിടക്കുക. ഷോ, പയ്യെ പോയ മീനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, കണ്ണമ്പള്ളത്തേക്ക് ഓടുന്നുണ്ടോ? കണ്ടോ വെള്ളത്തേക്ക് എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാം. കണ്ടോ, തകൃതിയായിട്ട് ചൂണ്ടയിടൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് അവന്മാർ പിടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വറുത്തോണ്ട് പോകാനാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഒരുങ്ങി പോകാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അയ്യോ, ഇതിപ്പോൾ നമുക്ക് മുറ്റത്ത് വെള്ളം നിറച്ചുമായി. ഉള്ളിലേക്ക് ഇന്ന് കയറിയില്ല കേട്ടോ. ഇലക്ക് നല്ല ടേസ്റ്റാ ചോറിന്. കക്ക ഫ്രൈ. ഇതെല്ലാം തന്നെ 3 ചാനലിലും വരുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അതെ, പല വിധത്തിൽ പല സ്റ്റൈലിൽ. ഇതേ നമ്മുടെ തലക്കറി സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് പോകാൻ ഒരുങ്ങട്ടെ കേട്ടോ. ബാക്കിയെല്ലാം എടുക്കാം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇതേ പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ ചേട്ടായി വണ്ടി എടുക്കാൻ പോയി. അമ്മ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ പോവാം. അമ്മ ഞങ്ങൾക്കുള്ള ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ. വണ്ടിക്കകത്ത് കയറിയിട്ട് ചോറൊക്കെ കഴിച്ച് നോക്കട്ടെ. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞാനും ലിജിമോളും ചേട്ടായും കൂടി പോവാണ് കോഴിക്കോട്ടേക്ക്. അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ ലിജിമോക്കും അതെ അമ്മയ്ക്കും അതായിരുന്നു. രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പോയി നമ്മൾ ഓച്ചിറ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടായി ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി എന്നിട്ട് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഉത്സവമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പോയ ശേഷം ഒരു പമ്പിൽ വന്ന് നിർത്തി. അമ്മ വീഡിയോ കോൾ ചെയ്യായിരുന്നു എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടായി ഞാനും ലിജിമോളും കൂടെ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഓൾറെഡി വീട്ടിൽ നിന്ന് നമുക്ക് പൊതിയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പൊതിയൊക്കെ ഒന്ന് തുറന്നു കഴിക്കണം. നല്ല കക്കത്തോരൻ, മീൻ വറുത്തത്, തലക്കറി. എന്താ ടേസ്റ്റ് എന്നറിയാം. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലിജിമോളും ചേട്ടായും ഞാനും കഴിക്കുകയാണ്. കഴിച്ച ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. ആരാണെന്ന് എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇൻട്രോയിൽ. എങ്കിലും ഞാൻ പറയാം, നമ്മുടെ ഏലിക്കുട്ടിയമ്മയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് കൃപാസനം. കൃപാസനത്തിൽ പോകണമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. എന്തായാലും നമുക്കൊരു ദിവസം കൃപാസനത്തിലൊക്കെ പോകണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങുകയാണ്. പിന്നെ കുറച്ച് ലേറ്റായി, ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും, നല്ല ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി സ്പീഡിലാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ലിജിമോൾ ചേട്ടായി ഫ്രണ്ടിൽ ഇരുന്ന് ചേട്ടായി വണ്ടി ഓടിക്കുന്നു, ലിജിമോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക്. പിന്നെ പാലം പണിയൊക്കെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് തിരക്കിൻ്റെ കാര്യം പറയാനേ ഇല്ല, മാതിരി തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ വഴിയൊക്കെ ഇങ്ങനെ പണിയാനായിട്ട് ഇട്ടേക്കാണ്. അതുപോലെ എന്താ രസമല്ലേ, ശരിക്കും രസമാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പള്ളിയുടെ കുറച്ച് ഫ്രണ്ട് ഇച്ചിരി അങ്ങ് പോകണം, ഡിവൈഡ് ചെയ്യില്ലേ റോഡ്, അല്ല അതിൻ്റെ അവിടെ അഭിലാഷ് എന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട് അവിടെ. ഇവിടെ ഫ്രണ്ടിലാ, അത് നമ്മൾ നിർത്തി കയറാൻ പറ്റും, ഇവിടെ തിരക്കല്ലേ, ബസ് വരുന്നുണ്ടേ. ഇതെവിടെ നിൽപ്പുണ്ടെന്ന് കണ്ടോ? ആ അത് തന്നെ. ആ സാരമില്ല, ഇതിൽ അപ്പുറത്തോടെ കയറാൻ പറ്റുമോ? ഇനി കൈ വെച്ചും കൂടെ ഇതിൽ കയറാൻ പറ്റുമോ? ഇതേ ചവിട്ടാൻ പറ്റത്തില്ല. ആ ഇതാരത് നോക്കിട്ട് കയറണേ, നോക്കിട്ട് തുറക്കണേ. പൂവെട്ടാടാ വെല്ലം കഴിച്ചായിരുന്നോ? ആ നീ അവിടെ വരെ ചെല്ലണ്ടായിരുന്നപ്പോ. എടാ എനിക്ക് ഉമ്മ ഇല്ലേടാ, നീ എന്നോട് പിണക്കാണോടാ? എടാ എനിക്ക് എവിടെടാ, എനിക്കൊരു ഉമ്മ താരി ഇങ്ങോട്ട് താരി ഇന്നോട് ഞാൻ തന്നില്ല. കുഞ്ഞാണ്ടി പറഞ്ഞു, കൂട്ടില്ലാന്നടി. ഓ വെറുതെ കുറച്ചേ ഉള്ളൂ, ഒരാൾക്ക് കൂട്ടാനുള്ളതുള്ളൂ. അയ്യോ പാത്രം ആ സാധനം വെച്ചോ, ഞങ്ങൾ വരുമ്പോ മേടിച്ചോളൂ. ശരി ശരി ശരി, ടാറ്റാ, ഓക്കെ ബൈ. എങ്ങനെയുണ്ട് അമ്മേനെ ഇവിടെ അതുണ്ടാകും വേദന, കണക്കാ വെച്ചാൽ മതി. ആ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. പേരക്കുട്ടിയമ്മയുടെ കൈയൊക്കെ അമ്മ പരിവൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. ഇതേ അങ്കിളകത്ത് ഇതിലൂടെ പോവാനാണോ? അല്ല, കടയിൽ കയറിയത്. ഞാനടുത്തിന് ടോപ്പ് കൊള്ളാലോടെ. ആദ്യം ഞാൻ വരാത്തോണ്ടാണ് എന്നോട് പിണങ്ങിയത്. നീ വരാന്നും പറഞ്ഞു പോയല്ലേ പോയി. ഓ രാവിലെ ശ്രീകുട്ടനാരും പറഞ്ഞതാണോ? അതിനാണോ നീ എന്നോട് പിണങ്ങി? തിരുപ്പുണ്ടിട്ടാ. ഇതെല്ലാം ഡ്രസ്സാണോ? എന്തൊക്കെയുണ്ട്, കൊറേ സാധനം ഉണ്ടല്ലോ. കലണ്ടറോ? അതെന്താ ഇതെന്താ മുളക്, ഇതെന്താ വാളംപുളി. അവന്റെ ഇല്ലില്ല ചായ വേണോ? എനിക്ക് ചായ വേണോ? കുഞ്ഞാച്ചി ഇത് അടച്ചേടാ. അതിവിടെ ഈ തിരക്ക് ഭയങ്കര. അടയ്ക്കാൻ പറ്റാത്തത് അടയ്ക്കാൻ പറ്റാത്ത സീറ്റ് ബെൽറ്റ് ഉണ്ടാവും ഇവിടെ ഇടയ്ക്ക്. മോ കൈ മാറ്റിക്കേ. അടഞ്ഞില്ലേ? അടഞ്ഞില്ലേ? കുഞ്ഞാച്ചി വെറുതെ പറയാ അടഞ്ഞില്ല. ഓ അടേ സീറ്റ് ബെൽറ്റ് ഇട്. സീറ്റ് ബെൽറ്റ് ഇട്ടോ കുഞ്ഞാച്ചി. ഓക്കെ ബൈ. ശരി മതി.
അയ്യോടാ ലവ് യു. അങ്ങനെ നമ്മൾ ലിതിമോളോടും ആദിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ അരൂര് പാലമാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ കൈക്ക് എന്ത് പറ്റിയെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോൾ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച കേട്ടോ ഇത്രയും തിരക്കും. ഇത് കണ്ടോ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ തിരിച്ചു വയ്ക്കുക ഒരു വലിയ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയത് വേറൊരു വലിയ ബ്ലോക്കിലേക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കോട് ബ്ലോക്കായപ്പോൾ ഞങ്ങളൊന്ന് വഴി മാറ്റി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമൽ കയറി പോവാണ് കേട്ടോ. ഈ കാണുന്നതാണ് മഞ്ഞുമൽ പള്ളി. ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പിന്നെ ദേ ചേട്ടനോട് ചേട്ടായി അറിയുന്നൊരു ചേട്ടൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ ചേട്ടനെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചൊരു റെസ്റ്റോറൻറ്റിൽ കയറി ജ്യൂസൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഉറക്കം പിടിച്ച് നിൽക്കുകയാണ്. വേറൊന്നുമില്ല, ചേട്ടായി ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ ചെയ്യരുത്. കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.